ക്ലിയർ സ്കിൻ വേണമെന്ന് ആഗ്രഹിക്കാത്തതായിട്ട് ആരല്ല അല്ല. എന്റെ ആഗ്രഹം അത് തന്നെ, പക്ഷെ ഇതുവരെ നടന്നു കിട്ടിയോ ഇല്ല. ബട്ട് ഓണസ്റ്റ്ലി എന്റെ പഴയ സ്കിൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റൈറ്റ് നൗ മൈ സ്കിൻ ഇസ് ഡൂയിങ് സോ മച്ച് ബെറ്റർ. ടച്ച് വിട്ട് കണ്ടു വെക്കരുത്. സോ ഇഫ് യു ആർ സമൺ ഹു സ്ട്രഗ്ലിംഗ് വിത്ത് ആക്നെ, ഐ റിയലി ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളോ മോട്ടിവേറ്റിംഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് എന്റെ ആക്നെ പ്രോൺ സ്കിന്നിനെ ട്രീറ്റ് ചെയ്തതെന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ബട്ട് ഇഫ് യു വാണ്ട് നോ അബൌട്ട് മൈ എൻറ്റയർ ആക്നെ ജേർണി, അതിനെ പറ്റി ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിനോട് കാണിച്ചിടല്ലേ കാണിച്ചില്ല എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചിടാം. ഇൻ കേസ് യു വാണ്ട് ചെക്ക് ദാറ്റ് ഔട്ട്. സോ ഫോർ ദ ബിഗസ്റ്റ് ടൈം എന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഈ പറയുന്ന ആക്നെ ആയിരുന്നു. ആൻഡ് അത് കൂടാനുണ്ടായിരുന്ന ഏറ്റവും വലിയ രണ്ട് റീസൺസ്, ടു ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫാക്ടേഴ്സ് എനിക്ക് ആക്നെ ഉണ്ടാക്കാൻ കാരണം ഉണ്ടായിരുന്ന രണ്ട് ഫാക്ടേഴ്സിൽ ഒന്ന് വാസ് മൈ ഫുഡ് ഹാബിറ്റ്, രണ്ടാമത് വാസ് സ്ട്രെസ്. ആൻഡ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ എന്റെ ഏറ്റവും വലിയ സ്ട്രെസ് എന്താ പറയുക, ഞാനിങ്ങനെ എന്റെ ഫേസ് നോക്കുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി സ്ട്രെസ്, നമ്മൾ കുറെ ആക്നെ ലൈക്ക് ഓ മൈ ഗോഡ് ഇതെന്താ പോവാത്ത ഇതെന്താ പോവാ, ആ ഒരു സ്ട്രെസ് ഉണ്ടല്ലോ അതെല്ലാം മൈൻഡിൽ നിന്ന് പോലെ വലിയ പണിയായിരുന്നു. ബട്ട് വിത്ത് ടൈം ഞാൻ ഐ കെപ്റ്റ് ടെല്ലിങ് മൈ സെൽഫ് കുഴപ്പമില്ല, സമയം കൊടുത്തെല്ലാം ശരിയാവും, സമയം കൊടുത്തെല്ലാം ശരിയാവും. ബട്ട് ട്രസ്റ്റ് മീ, കുറച്ചൊന്നുമല്ല, ഒരുപാട് സമയം എടുത്തിട്ടാണ് അതൊന്ന് സെറ്റ് ആയത്. ബട്ട് ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു ഷുഡ് ഡു ഇഫ് യു ആർ സ്ട്രഗ്ലിംഗ് വിത്ത് ആക്നെ, that one thing I would suggest you do is tell yourself that it is okay, it will take time, but time എടുത്തിട്ടാണെങ്കിലും അത് ഹീൽ ആവും. സോ ആ ഒരു സ്ട്രെസ് എന്നുള്ള ഫാക്ടർ കംപ്ലീറ്റ്ലി ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് സ്ട്രെസ് കാരണം ഉറപ്പായിട്ടും ആക്നെ ഉണ്ടാവും. Now the second factor that caused acne was, like I said, in the food habit. And എനിക്ക് പക്ഷെ ആദ്യം അറിയായിരുന്നു എന്തൊക്കെ ഭക്ഷണ സാധനങ്ങളാണ് എനിക്ക് ആക്നെ ഉണ്ടാക്കുന്നത്, എന്തൊക്കെ എനിക്ക് കഴിച്ചാൽ കുഴപ്പമില്ലാത്തത്. വേറൊന്നും കണ്ടില്ല, പണ്ട് വരെ നല്ലോണം ചോക്ലേറ്റ് കഴിക്കും. സോ ഐ ന്യൂ ഈ ചോക്ലേറ്റ് കഴിച്ചാൽ പിറ്റേ ദിവസം എനിക്ക് ആക്നെ വരും. സോ ഐ ന്യൂ ഇറ്റ് വാസ് വെരി ഈസി, ചോക്ലേറ്റ്സ് കഴിച്ചാൽ ആക്നെ വരും. പക്ഷെ എല്ലാവർക്കും അങ്ങനെയല്ല. ചിലർക്ക് എഗ്, എന്റെ കസിൻസ് ഉണ്ട്, അവർക്ക് എഗ്സ് കഴിച്ചാൽ പ്രോബ്ലം ആണ്. ചിലർക്ക് കംപ്ലീറ്റ് ഷുഗർ തന്നെ പൊതുവെ പ്രോബ്ലം ആയിട്ട് എടുത്തിട്ട്. സോ പിന്നെ ഐ ഓൾസോ മേക്ക് ഷുവർ ദാറ്റ് ഐ എം ഈറ്റിംഗ് ഹെൽത്തി. ഓക്കെ, ലൈക്ക് ഫ്രൂട്ട്സ് നല്ലോണം കഴിക്കും, വാട്ടർ ഇൻടേക്ക് കൂട്ടി, പിന്നെ ഇവൻ ലൈക്ക് നമ്മുടെ ഹൈജീനിക്കലി കൂടി ഞാൻ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. ലൈക്ക് എന്റെ ക്ലീൻ ഹാൻഡ്സ് വെച്ച് മാത്രമേ ഫേസ് തൊടൂ. ഈ ഓവറായിട്ട് ഡസ്റ്റ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ എനിക്ക് പ്രോബ്ലം ഉണ്ട്. ലൈക്ക് ഞാൻ പണ്ട് പോയിക്കൊണ്ടിരുന്ന ജിമ്മിലും ഐ യൂസ് ടു ഹാവ് ജിമ്മിന് പ്രശ്നമൊന്നുമില്ല, ബട്ട് ജിമ്മിൽ പൊതുവെ വി സ്വെറ്റ് എ ലോട്ട്. ആൻഡ് അതുപോലെ തന്നെ എനിക്ക് അവിടുത്തെ സാധനങ്ങളൊക്കെ കുറച്ച് ഡേർട്ടി ആണെങ്കിൽ ആ കൈ വെച്ച് എന്റെ ഫേസിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ അതും എനിക്ക് പ്രോബ്ലം ഉണ്ടാക്കും. സോ ദീസ് ആർ ലൈക്ക് വിത്ത് ടൈം നമ്മൾ പല കാര്യങ്ങളും ഫിഗർ ഔട്ട് ചെയ്യും. സോ വാട്ട് ഐ എം ട്രൈയിങ് ടു ടെൽ യു ഈസ്, നമ്മൾ തന്നെ നമ്മുടെ ചുറ്റുപാട്, നമ്മൾ നിൽക്കുന്ന എൻവയൺമെന്റ് ആയാലും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആയാലും, നമ്മുടെ ഹെൽത്ത് ആയാലും, ബി കോൺഷ്യസ് ഓഫ് എവറിഥിങ് ദാറ്റ് യു ഡു. ആൻഡ് നമ്മളൊന്ന് ശ്രദ്ധിച്ചാലില്ലേ, ജസ്റ്റ് അനലൈസ് യുവർ സെൽഫ് ഫോർ ഒരു 1 week 2 weeks, ജസ്റ്റ് നിങ്ങളെ തന്നെ അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ വേർ ഇസ് ഇറ്റ് ഗോയിങ് റോങ്, എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ആക്നെ വരുന്നത്, എങ്ങനെയാണ് എനിക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അപ്പൊ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. സോ ഇനി ഞാൻ എങ്ങനെയാണ് എന്റെ കൺസൾട്ടേഷൻസ് സ്റ്റാർട്ട് ചെയ്തത്, ഹൗ ഐ വെന്റ് അബൌട്ട് ഇറ്റ്, അതൊക്കെയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. സോ എനിക്ക് ആദ്യം മുതലേ ലൈക്ക് പണ്ട് മുതലേ ആക്നെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ആദ്യം മുതലേ ഡോക്ടേഴ്സിനെ കാണിക്കാറുണ്ട്. അവരൊക്കെ പല മെഡിസിൻസ് ക്രീംസ് ഒക്കെ തരാറുണ്ട്. ആൻഡ് ഓണസ്റ്റ്ലി നത്തിങ് വർക്ക്. നത്തിങ് വർക്ക് എന്ന് പറയുമ്പോൾ പല മെഡിസിൻസും വർക്ക് ആയിട്ടില്ല. സ്റ്റിൽ റിമെമ്പർ ആക്നോവേറ്റ് എന്ന് പറഞ്ഞൊരു ക്രീം ഉണ്ടായിരുന്നു, ദാറ്റ് വർക്ക് റിയലി വെൽ ഫോർ മൈ ആക്നെ. പക്ഷെ അത് സ്റ്റോപ്പ് ചെയ്ത് എനിക്ക് അപ്പൊ പിന്നെയും വരും. സോ അതായിരുന്നു ഓൾമോസ്റ്റ് എല്ലാ മെഡിക്കേഷൻസിന്റെയും പ്രോബ്ലം അത് തന്നെയായിരുന്നു. എന്നിട്ട് പിന്നെ ഡോക്ടർ കൺസൾട്ടേഷൻസ് ഒക്കെ കുറച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് മൈ ഓൺ റിസർച്ച്. കുറച്ചൊക്കെ സ്കിൻ കെയറെ പറ്റി പഠിച്ചു. ആ സമയത്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഈ സ്കിൻ കെയർ വീഡിയോസ് ഒക്കെ കുറെ കണ്ടു. അതെല്ലാം ഇൻട്രീക്ട്, അതിനെപ്പറ്റി കുറെ പഠിച്ചു, എനിക്ക് ആവുന്ന പോലെ. പക്ഷെ എനിക്കൊരു പ്രോഡക്റ്റും വാങ്ങാൻ തോന്നിയില്ല. വേറൊന്നും കൊണ്ടില്ല, ഐ ഹാഡ് സൂപ്പർ സെൻസിറ്റീവ് സ്കിൻ. ആ സമയത്ത് എന്റെ സ്കിൻ വാസ് ഓയിലി ആൻഡ് സെൻസിറ്റീവ്. അപ്പോ എന്ത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് പേടിയാ. പക്ഷെ പിന്നെ ആഫ്റ്റർ ദാറ്റ് ഐ വാസ് ലൈക്ക്, ഈ വേറൊരു ഡെർമാറ്റിനെ കൺസൾട്ട് ചെയ്യാൻ വിചാരിച്ചിട്ട് വേറൊരാളെ കൺസൾട്ട് ചെയ്തു. ഷീ ഈസ് എ ഡെർമറ്റോളജിസ്റ്റ് ദാറ്റ്സ് കോസ്മെറ്റോളജിസ്റ്റ്. ഓക്കെ, ആ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ഈ കോസ്മെറ്റോളജി ഡെർമറ്റോളജി രണ്ടും രണ്ടാമത്തെ, ബട്ട് ഇറ്റ് ഈസ് അപ്പാരന്റ്ലി. ആൻഡ് ഇവരെ കൺസൾട്ട് ചെയ്തപ്പോൾ ഷീ ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് ഗിവിംഗ് മീ മെഡിസിൻസ് എനിക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു, ലൈക്ക് ഹൗ യു ഷുഡ് ഗോ അബൌട്ട് സ്കിൻ കെയർ, എന്തൊക്കെ നമ്മൾ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെയുള്ള കുറെ ബേസിക് ലെസൺസും കൂടെ എനിക്ക് പറഞ്ഞു. ആൻഡ് ഷീ ഗേവ് മി എ ഫ്യൂ പ്രോഡക്ട്സ്. ഞാൻ ആ തന്ന മെഡിസിൻ അല്ല, എനിക്ക് യൂസ് ചെയ്യുന്ന ഫാർമ പ്രോഡക്ട്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ പറയാം. ബട്ട് അത് ഫാർമ പ്രോഡക്ട്സ് ആണ്, അതുകൊണ്ട് ഞാൻ നോട്ട് ഗോണ ടെൽ യു കി ഓ യു ഷുഡ് യൂസ് ദാറ്റ്, അത് നിങ്ങൾക്ക് ഡിഫറൻസ് ഉണ്ടാക്കുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ബിക്കോസ് മൈ സ്കിൻ ആൻഡ് യുവർ സ്കിൻ ഇസ് നോട്ട് ദ സെയിം and I'm not a dermatologist. So അതെന്തായാലും keep that in mind. But I'm just gonna give you a list of all the products that she gave me and the products that actually worked for me. Okay, എല്ലാത്തിനെയും പേര് ഞാൻ പറഞ്ഞില്ല, കാരണം എനിക്ക് എല്ലാം ഒന്നും ഓർമ്മയില്ല. എനിക്ക് വർക്ക് ആയ സാധനങ്ങൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സോ അത് ഞാൻ എനിക്ക് പറഞ്ഞുതരാം. സോ എനിക്കൊരു 4-5 പ്രോഡക്ട്സ് തന്നിട്ടുണ്ടായിരുന്നു.
ആഹാ ഗ്ലോ എസ് എന്ന് പറഞ്ഞൊരു ഫേസ് വാഷ്. ദിസ് ഇസ് ബേസിക്കലി സാലിസിലിക് ഇൻഫ്യൂസ്ഡ് ഫേസ് വാഷ്. ഇതൊരു ഫോമിംഗ് ഫേസ് വാഷ് ആണ്. ആൻഡ് ഇത് ബേസിക്കലി ഓയിൽ കൺട്രോൾ ചെയ്യാൻ നല്ലോണം ഹെൽപ്പ് ചെയ്തു. പ്ലസ് ഇതിൽ സാലിസിലിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ ആക്നിനെയും അത് കുറേയൊക്കെ കൺട്രോൾ ചെയ്തു. പിന്നെ എനിക്ക് തന്നത് ഒരു മോയ്സ്ചറൈസർ ആയിരുന്നു, ആക്നി മോയ്സ്ചർ എന്ന് പറഞ്ഞിട്ട്. പേരിടെ തന്നെ അറിയാം, ഇറ്റ്സ് ബേസിക്കലി ഫോർ പീപ്പിൾ വിത്ത് ഓയിലി സ്കിൻ ആൻഡ് ഓയിലി ആക്നി പ്രൂൺ സ്കിൻ. ഗ്രേറ്റ് മോയ്സ്ചറൈസർ. ഞാനത് എനിക്കും എന്റെ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് എന്റെ പഴയൊരു വീഡിയോ ഞാൻ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സമൺ ടോൾഡ് മീ ദാറ്റ് ഷീസ് ഓൾസോ യൂസിങ് ദ സെയിം പ്രോഡക്റ്റ്. അവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് യാ, ഇറ്റ് ഇസ് എ ഗ്രേറ്റ് മോയ്സ്ചറൈസർ, ക്വിക്ക് അബ്സോർബിങ്, വൈറ്റ് കാസ്റ്റ്, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, നല്ല അടിപൊളി സാധനമാണ്. പിന്നെ എനിക്ക് സിങ്ക് ടാബ്ലറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു, വിച്ച് ഐ സ്റ്റിൽ ടേക്ക്. ഓക്കെ, എപ്പോഴും വേണ്ട, എനിക്കിപ്പോ അടുത്ത് പിന്നെയും ആക്നി ഇഷ്യൂസ് വന്ന സമയത്ത് ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. പക്ഷേ ഗേവ് മീ ദ സെയിം ടാബ്ലറ്റ്സ് ഒക്കെ. ആൻഡ് സിങ്ക് ടാബ്ലറ്റ്സ് റിയലി ഹെൽപ്പ് വിത്ത് ആക്നി. ബട്ട് അത് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യാൻ പാടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. സോറി, പ്രൊഡക്റ്റ് അല്ല, മെഡിസിൻ ആണ്. സോ അതായിരുന്നു മറ്റൊരു സാധനം. പിന്നെ ക്ലീൻ ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. അത് ബേസിക്കലി നമ്മൾ ഈ പാപ്യൂസ് ഇല്ലേ, ലൈക് പാപ്യൂസ് മറ്റുള്ള കുറച്ച് വലിയ ആക്നീസ്, അതിനാണ് അത് യൂസ് ചെയ്യുക. ആൻഡ് ദാറ്റ് റിയലി ഹെൽപ്സ്. ലൈക്ക് ലെറ്റ്സ് സേ ഇന്ന് എനിക്ക് ആക്നി വരുന്ന പോലെ ഇവിടെ തോന്നുന്നെങ്കിൽ തന്നെ ഞാനത് അവിടെ അപ്ലൈ ചെയ്യും. ഇറ്റ്സ് ലൈക്ക് ബേസിക്കലി സ്പോട്ട് കറക്ഷൻ ആണ്, ഫുൾ ഫേസിലൊന്നും അപ്ലൈ ചെയ്യേണ്ട. അങ്ങനെ സ്പോട്ട് കറക്ഷൻ ചെയ്താൽ ചിലപ്പം പിറ്റേ ദിവസം നമുക്ക് ആ ആക്നി പൊന്തൂല. ഐ നോ ഇറ്റ് സൗണ്ട്സ് ലൈക്ക് വാവ് മാജിക്കൽ പ്രോഡക്റ്റ്, പക്ഷെ മാജിക്കൽ ഒന്നുമല്ല. പക്ഷെ ആക്നി എടുത്ത് ലൈക്ക് യൂസ് ചെയ്താൽ വിത്തിൻ 3 days ഒക്കെ എനിക്ക് എന്റെ ആക്നി കംപ്ലീറ്റ്ലി പോകും. പിന്നെ വരുന്നൊരു പ്രോബ്ലം ആണ് ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെന്റേഷൻ. അതിന് വേണ്ടിയിട്ട് എനിക്ക് കോജിക് SR എന്ന് പറഞ്ഞ ഒരു സാധനം വന്നു. റിയലി വർക്ക്ഡ് സോ വെൽ. അത് ബേസിക്കലി ഡാർക്ക് സ്പോട്ട്സ് പോക്കാനും ഹെൽപ്പ് ചെയ്തു, പ്ലസ് എന്റെ സ്കിൻ ബ്രൈറ്റനിങ്ങിനും കൂടി ഹെൽപ്പ് ചെയ്തു. അത് ഞാൻ ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യും, സ്പോട്ട് കറക്ഷൻ അല്ല, എൻറ്റയർ ഫേസിൽ അപ്ലൈ ചെയ്യും. ആ സമയത്ത് ഐ റിമെമ്പർ എനിക്ക് എന്റെ ചീക്ക് ഏരിയ മൊത്തം നല്ല ഇഷ്യൂസ് ആണ്. ഇവിടെയായിരുന്നു പ്രോബ്ലംസ്. എന്റെ ഫോർഹെഡ് വാസ് ഓക്കെ, ബട്ട് ബാക്കിയൊക്കെ ആയിരുന്നു പ്രശ്നം. പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെസ്സും ഫുഡും എല്ലാം ഉണ്ട്. വേറെയും കുറച്ച് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എത്തി. ലൈക്ക് റെഗുലർ ആയിട്ട് വർക്ക്ഔട്ട്സ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ അത് ഭയങ്കര മിനിമൽ മേക്കപ്പ് ആയിരുന്നു. ഡോക്ടർ പറഞ്ഞിട്ടൊന്നും ഇല്ല മേക്കപ്പ് ചെയ്യരുത്. ഇവൻ ഐ ഡോണ്ട് തിങ്ക് ഈ മേക്കപ്പ് യൂസ് ചെയ്യുന്നതോടുകൂടി എനിക്ക് ആക്നെ ഇതുവരെ അങ്ങനെ വന്നെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ വാട്ടർ ഇൻടേക്ക് നല്ലോണം കൂട്ടി, ഫ്രൂട്ട്സ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ഡേർട്ടി ഹാൻഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. സോ ദീസ് ആർ ഓൾസോ എ ഫ്യൂ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ദാറ്റ് ഹൈലി റെക്കമെൻഡ് യു ഗൈസ് ഡു. കാരണം നിങ്ങൾ ഈവൻ ഒരുപാട് സ്കിൻ കെയർ പ്രോഡക്ട്സ് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, ബട്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നല്ലതാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നും ഓട്ടോമാറ്റിക്കലി നന്നാവും, നിങ്ങളുടെ സ്കിന്നും നിങ്ങളുടെ ഹെൽത്തും ഓട്ടോമാറ്റിക്കലി നന്നാവും. ഇതൊക്കെ യൂസ് ചെയ്യുന്ന സ്കിൻ അത്യാവശ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതിനും, പക്ഷെ 2 മാസം അങ്ങനെ കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും ബ്രേക്ക് ഔട്ട് വന്നു. ആൻഡ് എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, ഇതൊക്കെ നടക്കുന്നത് വിത്തിൻ ദ സ്പാൻ ഓഫ് ദ ലാസ്റ്റ് 2 years. ഓക്കെ, അതിനോട് പറയാൻ മറന്നുപോയി. സോ അങ്ങനെ എനിക്ക് പിന്നെയും ബ്രേക്ക് ഔട്ട്സ് വന്നു. ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, എനിക്ക് ട്രീറ്റ്മെന്റ് തന്നു. ആൻഡ് ദാറ്റ് ചേഞ്ച്ഡ് മൈ സ്കിൻ. എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ സ്കിൻ അങ്ങ് ക്ലിയർ ആയി, ക്ലീൻ ആയി, അതല്ല. എനിക്ക് ഭയങ്കരമായിട്ട് പേർജിങ് ഇഷ്യൂസ് വന്നു, സ്കിൻ ഡ്രൈ ഔട്ട് ആയി. ലൈക്ക് ഐ ഹാഡ് ഓയിലി സ്കിൻ, അത് മാറി ഡ്രൈ ആയി. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്നു. ബട്ട് ഇറ്റ് വാസ് ക്വൈറ്റ് നോർമൽ. ലൈക്ക് റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ അതൊക്കെ നടക്കുന്നുള്ളത് ഉള്ളതാണ്. ഓക്കെ, ഇറ്റ് ജസ്റ്റ് ഹാപ്പൻസ്. അതാണ് റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. അതെനിക്ക് അറിയില്ലായിരുന്നു, ഞാനത് പിന്നീടാണ് മനസ്സിലാക്കിയത്. പിന്നെയും എനിക്ക് അങ്ങനെ പേർജിങ് വന്നപ്പോൾ ഐ വാസ് ഫ്രീക്കിംഗ് ഔട്ട്. എന്നിട്ട് ഞാൻ എന്റെ റിസർച്ച് ഒക്കെ ചെയ്തപ്പോൾ ഐ ന്യൂ ഓക്കെ ദിസ് ഇസ് നോർമൽ. ഓക്കെ, എന്നിട്ട് ഒരു 3 months റെറ്റിനോയിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ എപ്പിഡോ യൂസ് ചെയ്തു. എപ്പിഡോ ആൻഡ് റെറ്റിനോൾ, ഈ ഒരു ഫേസ് വെന്റ് റിയലി വെൽ. പക്ഷെ ഇവിടെ എന്റെ പ്രോബ്ലം പിഗ്മെന്റേഷൻ പോവാൻ വലിയ പണിയായിരുന്നു. എസ്പെഷ്യലി വെൻ യു ഹാവ് ദോസ് നമ്മുടെ ഫേസിലെ ചില പിഗ്മെന്റേഷൻ ഉണ്ടാവില്ല, വിച്ച് ഇസ് ലൈക്ക് വെരി ഡീപ് വിത്തിൻ ആ സ്കിൻ. അപ്പൊ അത് പോവാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ പറയുന്ന കോജിക് ആസിഡ്, ആൽഫാബിൻ, ഇതൊന്നും യൂസ് ചെയ്യാൻ ചിലപ്പോൾ അത് നടക്കൂല, ലൈക്ക് പോവില്ല. അങ്ങനെ ഡോക്ടർ കൺസൾട്ട് ചെയ്തപ്പോൾ ഷി വാസ് ലൈക്ക് വൈ ഡോണ്ട് യു ഡു എ കെമിക്കൽ പീൽ. ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി, പക്ഷെ ഞാൻ ചെയ്തില്ല കേട്ടോ. ബിക്കോസ് ഐ വാസ് വെരി സ്കെയർഡ്. ലൈക്ക് കെമിക്കൽ പീലിംഗിന്റെ വീഡിയോസ് എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് കുറെ കണ്ടപ്പം ഐ വാസ് ലൈക്ക് നോ, എനിക്ക് എന്റെ സ്കിൻ ഇങ്ങനെ പീൽ ഓഫ് ആവുന്നത് കണ്ടു നിൽക്കാൻ പറ്റും തോന്നിയില്ല. സോ ഞാൻ ഡോക്ടർ കൺസൾട്ടേഷൻ തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിട്ട് ഐ സ്റ്റാർട്ടഡ് യൂസിങ് a few other products, which is like മാർക്കറ്റിൽ നമുക്ക് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി. പിന്നെ ആ സമയത്ത് യൂസ് ചെയ്ത പ്രോഡക്ട്സ് എന്തെല്ലാം വെച്ചാൽ സിമ്പിളിന്റെ ഫേസ് വാഷ്, അവരുടെ ഹൈഡ്രേറ്റിംഗ് ജെൽ ഫേസ് വാഷ്, പിന്നെ വിൽവന്റെ മിൽക്ക് ഡ്രോപ്പ് സീറം ആൻഡ് അവരുടെ തന്നെ ടോണർ യൂസ് ചെയ്തു. അതൊരു സെറ്റ് ആയിട്ട് വാങ്ങിയതായിരുന്നു. പിന്നെ പ്യൂരിറ്റോന്റെ ബാരിയർ റിപ്പയർ ക്രീം, അവരുടെ ബാരിയർ റിക്കവറി ക്രീം എന്ന് പറഞ്ഞൊരു ക്രീം ഉണ്ട്, അത് യൂസ് ചെയ്ത്. പിന്നെ റൗണ്ട് ലാബിന്റെ സൺസ്ക്രീനും റൗണ്ട് ലാബിന്റെ വേറൊരു ടോണറും ഞാൻ വീക്ക്ലി 3 times അങ്ങനെ യൂസ് ചെയ്ത്. ആൻഡ് ട്രസ്റ്റ് മീ, ദിസ് ഹെൽപ് ഗെറ്റ് റിഡ് ഓഫ് മൈ ഡാർക്ക് സ്പോട്ട്സ്.
പറഞ്ഞ വിശ്വസിക്കില്ല, ഞാൻ കെമിക്കൽ പീൽ ചെയ്യാൻ വേണ്ടി നിന്ന് ഞാൻ വെറും ഈ ഒരു പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് വിതിൻ എ സ്പാൻ ഓഫ് 1.5 months എന്റെ പിഗ്മെന്റേഷൻ മൊത്തത്തിൽ പോയി കിട്ടി. ഇനി നല്ല രീതിയിൽ പോയിക്കൊണ്ടുവന്ന എന്റെ സ്കിന്നിൽ പിന്നെയും പണി കിട്ടി. ഞാൻ ഇപ്പൊ അടുത്തൊരു വീഡിയോയിൽ അത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, എന്റെ സ്കിന്നിൽ പിന്നെയും ബ്രേക്ക് ഔട്ട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. ആൻഡ് ഗസ് വാട്ട്, എങ്ങനെയാണെന്നറിയോ? കിച്ചണിൽ വെറുതെ നടന്നു കളിച്ചപ്പം ഐ സോ ബോട്ടിൽ ഓഫ് ന്യൂട്ടെല്ല. അത് കഴിച്ചു, സ്കിന്നിന് പണി കിട്ടി. 2 ദിവസം അടുപ്പിച്ച് കഴിച്ച്. ആൻഡ് അത് വെച്ച് ഞാൻ ഇപ്പോഴും സഫർ ചെയ്തുകൊണ്ട് നിൽക്കുക. ആക്നെ പോയി, ബട്ട് ഇഫ് യു സീ എനിക്ക് ഇപ്പോഴും അതിന്റെ പിഗ്മെന്റേഷൻ ഉണ്ട്. ആൻഡ് ഐ നോ പോകുന്ന എനിക്കറിയാം, ഐ നീഡ് ടു ഗിവ് ഇറ്റ് ടൈം. ബട്ട് ആദ്യം പറഞ്ഞ പോലെ ടൈം എടുക്കും, ശരിയാവും. കറക്റ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്താൽ മതി. ഐ എം ജസ്റ്റ് ബീങ് വെരി കെയർഫുൾ ആൻഡ് മൈൻഡ്ഫുൾ അബൌട്ട് ദ പ്രോഡക്ട്സ് ഐ എം യൂസിങ് റൈറ്റ് നൗ. ബട്ട് യെസ്, സോ ഇത്രേ വേണ്ടൂ ഒരാളുടെ സ്കിന്നിന് പണി കിട്ടാതിരിക്കാൻ. സോ ബി വെരി mindful and careful about what you use, what you eat, what you do, how you maintain your lifestyle. ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതലായിട്ട് എടുത്തു പറയുന്ന കാര്യം. വേറെ ഒന്നും കൊണ്ടല്ല, ഐ ഹാവ് എക്സ്പീരിയൻസ് ദിസ്. നമ്മുടെ സ്കിന്നിന് പണിയിട്ടാൻ വലിയ സമയമൊന്നും എടുക്കൂല. സോ യെസ്, ഇതാണ് എന്റെ കുട്ടി ആക്നെ സ്റ്റോറി. ഈ വീഡിയോയിൽ ഞാൻ എടുത്തു പറഞ്ഞ ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ സ്കിന്നും നിങ്ങളുടെ സ്കിന്നും ഇറ്റ്സ് ഡിഫറെന്റ്. എനിക്ക് വർക്ക് ആയ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് വർക്ക് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ഞങ്ങൾ പലരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹൗ ഐ വെന്റ് അബൌട്ട് മൈ സ്കിൻ കെയർ ജേർണി, ഞാൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്, ഹൗ ലോങ് ഇറ്റ് ടുക്ക് ഫോർ മീ ടു ക്ലിയർ മൈ ആക്നെ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻസ് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ കൊണ്ട് വന്നത് തന്നെ. ആൻഡ് പിന്നെന്തായിരുന്നു, പിന്നെ ഞാൻ ഈ വീഡിയോയിലൂടെ എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ആക്നെ ഇസ് നോർമൽ ആൻഡ് ഇറ്റ്സ് ഹൈ ടൈം ദാറ്റ് വി നോർമലൈസ് ഇറ്റ്. എനിക്കറിയാം നമ്മൾ ആക്നിയോ കാരണം സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിൽ ഉണ്ടത്. ബട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്ന ഒരു കാര്യം, അതൊരു അസുഖമൊന്നുമല്ല. സോ ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് നടക്കുന്ന ഒരു സംഭവമാണ് ആൻഡ് ഇറ്റ്സ് വെരി നോർമൽ. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ചിലർക്ക് അത് കുറച്ച് ഇന്റൻസീവ് ആയിരിക്കും, ചിലർക്ക് അത്ര എക്സ്ട്രീം ആയിരിക്കില്ല എന്നൊക്കെ. ബട്ട് എന്താണെങ്കിലും ഇറ്റ്സ് സ്കിന്നിന് തന്നെ അതിന്റെ ഗുഡ് ആൻഡ് ബാഡ് ഡേയ്സ് ഉണ്ടാവും. സോ ഇപ്പൊ ഇന്ന് ക്ലിയർ ആയ സ്കിൻ നാളെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ പിന്നെയും ആക്നെ ബ്രേക്ക്ഔട്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. സോ ഒരു ഗ്യാരണ്ടി ഇല്ല, അതായത് ഇന്ന് ക്ലിയർ ആയ സ്കിൻ നാളെ പിന്നെയും ആക്നെ ബ്രേക്ക്ഔട്ട്സ് വരില്ല എന്നുള്ള ഗ്യാരണ്ടി ആരും ആർക്കും കൊടുക്കുന്നില്ല. സോ ഇറ്റ്സ് നോർമൽ. ആൻഡ് നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അത് ആലോചിച്ച് സ്ട്രെസ് അടിച്ച് ഇല്ലാത്ത ആക്നെ പിന്നെയും വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഫിഗർ ഔട്ട് വേക്ക് നമുക്ക് ആക്നെ എന്തുകൊണ്ടാണ് വരുന്നത്, അത് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് ഫിഗർ ഔട്ട് ചെയ്താൽ തന്നെ ലൈഫ് അത്യാവശ്യം നല്ല ഈസി ആയിരിക്കും. സോ യെസ്, ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഐ റിയലി ഹോപ്പ് ഈ വീഡിയോ കുറച്ച് പേരെങ്കിലും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ആക്നെ കാരണം സ്ട്രഗിൾ ചെയ്യുന്ന ആരെങ്കിലും ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്തെടുക്കുക, ഇഫ് യു തിങ്ക് ഇറ്റ് മൈറ്റ് ഹെൽപ് ദം. പിന്നെ ചെയ്യേണ്ട മറ്റു കാര്യങ്ങളൊക്കെ അറിയാലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ദാറ്റ് മീൻസ് ദ വേൾഡ് ടു മീ. ആൻഡ് പറ്റുമെങ്കിൽ ആ ബെൽ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ഹിറ്റ് ചെയ്യുക. വേറെ ഒന്നല്ല, ഞാൻ വീഡിയോ ഇട്ട് വർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നത് വരെ